നമ്മൾ പിന്നെ ഒരു ബ്ലോക്ക് ത്രൂവിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഗൈസ് ബ്ലോക്ക് ത്രൂവിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ. ജലദോഷം ചുമയ്ക്ക് മാറിയുണ്ട് ഗൈസ്. മാറി ഓൾമോസ്റ്റ് പറയുന്നുണ്ട്, ഇനി മാറും. അപ്പോൾ ഇനി നാളെ തുടങ്ങിയിട്ട് ഡെയിലി ലൈവ് ഇടാനാണ് പ്ലാൻ ചെയ്തേക്കണം. കാരണം എനിക്ക് 2 ആഴ്ചയൊക്കെ അവധിയാണ് ഗൈസ്, സ്കൂൾ അവധിയാണ്. ഈസ്റ്റർ കാരണം ഇനി ഈസ്റ്റർ കാരണം ഗെയിമിന് ഗൈസ് അപ്ഡേറ്റ് ഉണ്ട്, ഈസ്റ്റർ അപ്ഡേറ്റ് ബ്ലോക്ക് ത്രൂവിൽ. ഈ അപ്ഡേറ്റിന് മുന്നേ ഞാൻ 2 ദിവസം മുന്നേ, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സാറ്റർഡേ ആണ്, 2 ദിവസം മുന്നേ ഞാൻ മാമത്ത് സ്റ്റോക്ക് വന്നു. ഞാൻ എടുത്തായിരുന്നു 2-3 ദിവസം മുന്നേ. 2 ദിവസം മുന്നേ ഞാനത് ഫുള്ളി അതായത് 300 മാസ്റ്റർ ആക്കിയിട്ടുണ്ട്. നമുക്ക് മാമത്തെ എങ്ങനെയുണ്ട് ഫ്രൂട്ട് നോക്കാം. അതായത് സ്റ്റോക്ക് വന്ന് ഞാൻ ഒന്നും നോക്കിയില്ല, നോർമൽ സ്റ്റോക്കിലാണ് ഗൈസ് വന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ അങ്ങ് എടുത്തു. ഞാൻ എടുത്തു ഗൈസ്, ഒരു 2.7 മില്യൺ അങ്ങ് കൊടുത്തു, ഒന്നും നോക്കിയില്ല. കിഡിലും ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞ സീനാണ്. 10 മില്യനാണ് എൻ്റെ ഫ്രൂട്ട് വാല്യൂ ട്രേഡിങ്ങിൻ്റെ ഇതിൽ നോക്കുമ്പോൾ. ഡിമാൻഡ് 10-5 അതാണ്, പക്ഷേ കിഡിലാണ്. ഈസ്റ്ററിൻ്റെ അപ്ഡേറ്റ് ഫസ്റ്റാണ്, നമുക്ക് നോക്കാം. എന്നിട്ട് നോക്കാം ഗൈസ്. ഞാനിപ്പോൾ സെക്കൻഡ് സീയിൽ വന്നേക്കണം. തേർഡ് സീന്ന് അത് എനിക്ക് കുറച്ചും കൂടി സെക്കൻഡ് സീയാണ് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് സീ, തേർഡ് സീ, സെക്കൻഡ് സീ എന്ന് പറഞ്ഞാൽ എനിക്ക് സെക്കൻഡ് സീ ആണ് കുറച്ചും കൂടി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് സീ തന്നെ വന്നിട്ടുണ്ട്. എളുപ്പം ഇവിടെയാണ് കുറച്ചും കൂടി കഫേലെ. ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് സഹിതം ഫ്രൂട്ട് കിട്ടില്ല. പിന്നെ നമുക്ക് പുതിയ അപ്ഡേറ്റ് നോക്കാം. അത് ഈ അപ്ഡേറ്റ് മുന്നും ഈസ്റ്ററിനും എല്ലാ ഈസ്റ്ററിനും ഈ അപ്ഡേറ്റ് ഗെയിമിങ്ങനെ അപ്ഡേറ്റ് ഇല്ല, ഇങ്ങനെ ഇത് കൊണ്ടുവരും ഗെയിമിലേക്ക് ഷോ പോകാൻ. പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈസ്റ്ററിൽ, അതായത് ഞാൻ ഈ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഈസ്റ്ററിന് ഞാൻ കളിക്കണേ. റോക്ക് ഈ പൊട്ട ഫ്രൂട്ട്സ് ഉള്ളൂ, പക്ഷേ ഇടയ്ക്ക് അങ്ങനത്തെ കിഡിലോസ്കി ഫ്രൂട്ട് വരും. അപ്പോൾ നമുക്ക് നേരെ ഈവൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഗൈസ് എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. അതായത് കുറേ ഇൻഡെക്സ് ചെയ്യണം ഇങ്ങനെ ഓരോ എഗ്ഗ് കണ്ടെത്തിയിട്ട്. 14 ദിവസം 6 മണിക്കൂറേ ഉള്ളൂ. അങ്ങനെ ഇത് ചെയ്യുമ്പോൾ റിവാർഡ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് റോക്കറ്റ് എഗ്ഗ് ബോംബ് പൊട്ടണ്ടായി ഗൈസ്. അപ്പോൾ ഞാൻ അവിടേക്ക് വന്നപ്പോൾ എനിക്ക് എഗ്ഗ് കിട്ടി. പിന്നെ വുഡിനൊക്കെ അടി കിടക്കണ്ടായി ഗൈസ്, അതും കിട്ടി. ഇതൊക്കെ മെത്തിക്കൽ എഗ്സാന്ന് തോന്നുന്നു. അതാണ് ഗൈസ് ഈവൻറ്റ്. അപ്പോസിറ്റൊക്കെ കൊല്ലുമ്പോൾ ഒരു സംഭവം കിട്ടും, അത് വെച്ചിട്ട് ഇവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. അല്ലാണ്ട് ഗാച്ചില്ല ഗൈസ്, ഗാച്ചൊന്നുമില്ല. ഇയാളുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നും എടുക്കാനില്ല ഗൈസ്. ഇയാളുടെ അടുത്ത് കുറച്ച് എൻചാൻറ്റ് ചെയ്യാനൊന്നുമില്ല, ക്രാഫ്റ്റ് ചെയ്യാനും. ഗൈസ് നോക്കുകയാണെങ്കിൽ ഇത് സൂപ്പർ ഹ്യൂമനാണ്. ഞാൻ കുറച്ച് മാസ്റ്റർ ആക്കിയാണ് ഗൈസ്. ഓൾമോസ്റ്റ് എല്ലാ ഫൈറ്റിംഗ് സ്റ്റൈലും ഇങ്ങനെ 300 മേലെ മാസ്റ്റർ ആക്കി. ഇനി ആകപ്പാടെ എനിക്ക് ഡാർക്ക് സ്റ്റെപ്പ് എടുക്കണം. ഡെത്ത് സ്റ്റെപ്പ് ഇപ്പോൾ 300ആണ്, 400 ആക്കിയിട്ട് ഡാർക്ക് സ്റ്റെപ്പ് എടുത്ത് 400 ആക്കിയിട്ട് പിന്നെ ഡ്രാഗൺ ഡെയിലോണും കൂടി എടുക്കണം. അതും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഗോഡ് ഹ്യൂമൻ എടുക്കാം ഗൈസ്. എനിക്ക് കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഡ്രാഗൺ ഡെയിലോണും ഹാലോസൈറ്റിനും വേണ്ടിയിട്ട് ഗൈസ് ഞാൻ ആളെ സ്പോണാക്കി, അത് ബോൺസ് കട്ട് ചെയ്ത് ഇങ്ങനെ സ്പോണാക്കി. ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അത് ഒരു സോറാണ് ഗൈസ്. പിന്നെ ഗോഡ് ഹ്യൂമൻ എന്നാണ് ഫൈറ്റിംഗ് സ്റ്റൈലാണ്. അതിന് ഡ്രാഗൺ ഡെയിലോ ഒന്നും വേണം. അതായത് ഈ ഡ്രാഗൺ ക്ലോയുടെ വീറ്റു അങ്ങനെ എന്തോ ആണ് ഗൈസ്. ഓക്കെ, അപ്പം അതെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബോൺ വെച്ചിട്ട് സ്പിൻ ചെയ്യുമ്പോഴാണ് കിട്ടുക ഹോണറി കാസ്റ്റൽ എന്ന് പറയുന്ന സ്ഥലത്ത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചെയ്തു ഗൈസ്, കുറേ തവണ ചെയ്തു. അത് ഒരു തവണ എനിക്ക് ഹാലോ എസൻസ് കിട്ടി. ഇതിന് മറ്റേ ഡ്രാഗൺ എസൻസോ ആ സാധനം കിട്ടിയില്ല. ഹാലോ എസൻസ് വെച്ചിട്ട് ഞാൻ ഒരു തവണ സ്പോണാക്കി ആദ്യം. അപ്പോൾ ഇത് ഏക്കി ഉണ്ടായിട്ട് ഗൈസ് എൻ്റെ സെർവറിൽ ഏക്കി വരുമ്പോൾ തന്നെ ഞാൻ അവനെ തീർത്തു, ഒറ്റയ്ക്ക് സോൾവ് ചെയ്തു ഗൈസ്. രണ്ടാമത്തെ തവണ അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് മാമസേ എടുക്കുമ്പോൾ ഞാൻ രണ്ടാമത്തെ തവണ ഞാൻ ഒന്നോടെ സ്പോണാക്കി. അപ്പോൾ ഏക്കെ വന്നു പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഡാമേജ് കൊടുത്തു ഗൈസ്. എന്നിട്ട് ഏക്കയ്ക്ക് എനിക്ക് കിട്ടിയില്ല ഹാലോ സൈറ്റ്. പിന്നെ ഞാൻ എഴുതി സ്റ്റോക്കിൽ മാമത്തേക്കും വന്നപ്പോൾ ഒന്നും നോക്കിയില്ല ഗൈസ്, അങ്ങ് എടുത്തു. പിന്നെ ഫൈറ്റിംഗ് സ്റ്റൈലും നോക്കണില്ല, ഗെയിമിൽ കയറുണ്ടാക്കി. പിന്നെ മാമത്തെ ഞാൻ അങ്ങനെ മാസ്റ്റർ ആക്കുമ്പോൾ തന്നെ ഏക്ക് എൻ്റെ ഏക്ക് ഈ ഞാൻ നിന്ന് സെർവറിൽ ഒന്നോടെ കയറി. എന്നിട്ട് അവൻ സ്പിൻ ചെയ്തു. കുറേ ദിവസം ശേഷം കണ്ട സ്പിൻ ചെയ്തേ അവന് ഡോ കിട്ടി. അവന് ഡോ കിട്ടിയിട്ട് ടീറക്സ് കിട്ടിയിട്ടുണ്ട്, 2 ഗ്രാവിറ്റി ബുദ്ധ പോർട്ടൽ. അവൻ തന്നെ എൻ്റെ അക്കൗണ്ടിൽ സ്പിൻ ചെയ്തപ്പോൾ ടൈഗറും കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്കും അവനും കൂടി 2 ആളുടെയും ലക്ക് കൂട്ടി വയ്ക്കുമ്പോൾ നല്ല ലക്കുണ്ട് ഗൈസ്. ടൈഗറും എനിക്ക് ഫാക്ടറി റേഡിയിൽ നിന്നും അങ്ങനെ പറയാൻ കിട്ടുന്നുണ്ട്, അങ്ങനെ ലക്ക. എന്നിട്ട് ഇതിന് ഡോ കഴിക്കണമെന്ന് ഞാൻ കരുതി. പിന്നെ കുറച്ച് മാമത്തോണ്ട് കളിച്ച് പിന്നെ സ്റ്റോക്കിൽ വരുമ്പോൾ അങ്ങനെ എടുക്കാമെന്ന് കരുതി ഗൈസ്. ഇത് ഈ സ്റ്റോക്കിൽ ടൈഗറോ നോർമൽ സ്റ്റോക്കിൽ വന്നാലും നോർമൽ സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഈ സ്റ്റോക്കിലോ വന്നാൽ നമ്മൾ ഒരു കിഡിലോസ്കി ഫ്രൂട്ട് ആണെങ്കിൽ നമ്മൾ എന്തായാലും എടുത്തിട്ട് 300 മാസ്റ്റർ ആക്കും ഗൈസ്. സീക്രട്ടാ
കംബാക്ക് വലിയ കുളത്താണത് 21x. എന്താ അത് സീക്രട്ട് സാധനം നോക്കോ. 24 എഗ്ഗിൽ ഞാൻ 23 എഗ്ഗ് വേണം. ഓ ഓക്കെ അങ്ങനൊന്നുമാണ്. നമുക്ക് നേരെ ഫ്രൂട്ട്സിൻ്റെ പവേഴ്സൊക്കെ ടെസ്റ്റ് അടിക്കാനായിട്ട് നേരെ നമുക്ക് ഡയമണ്ടിൻ്റെ പറ്റിക്കാനും പോവാം. അതാണ് നല്ലത്. എനിക്ക് ഡോ വെച്ചിട്ട് ഫുള്ളി അവൈക്കൺ ചെയ്യണം അങ്ങനെ ഉണ്ടായി. പക്ഷേ ഇനി സ്റ്റോക്ക് വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എടുക്കും. ടൈഗറോ ഏറ്റവും അങ്ങനെ എന്തെങ്കിലും വരാണെങ്കിൽ ഗ്രാവിറ്റി വന്നാലും നമ്മൾ എടുക്കുക കേസ്. നമുക്ക് നേരെ പവേഴ്സിലേക്ക് പോകാം. ഈ വീഡിയോ കുറച്ച് ഷോർട്ടായിരിക്കും പക്ഷേ അത്യാവശ്യം കാണും കേസ്. ഓക്കെ, ഫസ്റ്റ് തന്നെ കേസ് നമുക്ക് ഇസഡ്. ഇത് നമുക്ക് നോർമലായിട്ട് ഞെക്കി പിടിക്കാണ്ട് ചുമ്മാ അങ്ങടിയാം. ഒരു അത്യാവശ്യം ഡാമേജിൽ ആ ഫുഡ് പൊട്ടിയ പോലെയുള്ള കാട്ടിയ അത്യാവശ്യം 3000 ഡാമേജ് വയസ്സ്. നല്ല ഡാമേജ് ഉണ്ട്. PvPക്ക് അങ്ങനെ ഇല്ല. ഇനി 3000 എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഉള്ള ഡാമേജ് വയസ്സ്. ഇനി ഞെക്കി പിടിച്ചിട്ട് ഇടുമ്പോൾ കുറച്ചും കൂടി ദൂരത്തേക്ക് നോക്ക് ബാക്ക് അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഡാമേജ് കൂടി പോലെ എനിക്ക് തോന്നിയില്ല. ഇനി എക്സ് മൂവ് അതിങ്ങനെ ചുമ്മാ അങ്ങ് അടിക്കാം. ഓക്കെ, 3000 ഡാമേജ് വയസ്സാണ് ഏറിയെന്ന് കുറച്ച് എടുക്കും വരെ. ഇനി അതൊന്ന് ഇതായിക്കോട്ടെ, കൂൾഡൗൺ കഴിഞ്ഞോട്ടെ. അയ്യോ ഭയങ്കര വെട്ടേസ്. ഇതാണ് എൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞത്. ഈ വണ്ടായിരുന്നു. എന്നിട്ട് 3000 നല്ല നോക്ക് ബാക്ക് ഉണ്ട്. അയ്യോ പെട്ടെന്ന് ടെലിപ്പോർട്ട് അടിച്ച് ഫ്ലാഷ് സ്റ്റെപ്പ് എടുത്ത് നമ്മളടിച്ച് വയസ്സ് ഒന്നും നോക്കിയില്ല. എന്നിട്ട് ഇനി സീമു നോക്കാം. ഞെക്കി പിടിച്ചാൽ തന്നെ ഫസ്റ്റ് അങ്ങടി 3500 ഡാമേജ്. അയ്യോ അവൻ ഏറി കൂടെ പറഞ്ഞോണ്ട്. ഇനി ഞാൻ വെയിറ്റ് കേസ് നോർമലായിട്ട് അടിക്കാം. അതിന് വേണ്ട, അതിന് മുന്നേ എഫ്മൂവും കൂടി നോക്കാം കേസ്. എഫ്മൂ കൊണ്ടില്ലേ ചുമ്മാ അടിച്ചിട്ടുണ്ട്. ഓക്കെ, 3500 സെയിം ഡാമേജ് തന്നെ, സെയിം മൂവാണ് കേസ്. എനിക്ക് പിടിച്ചെങ്കിലും പക്ഷെ ട്രാൻസ്ഫോം ആയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ടോട്ടലി ഡിഫറൻസ് ആണെന്ന്. എഫ്മൂ കേസ് ഞെക്കി പിടിച്ചിട്ടിടാം. ഇതൊന്നും കൊള്ളാത്ത ഇടയ്ക്ക് എഫ്മൂ ഇങ്ങനെ ബഗ്ഗടിച്ച് കൊള്ളാനുള്ള കേസ്. ബഗ്ഗല്ല, സൗണ്ട് ചോദിച്ചിട്ട് കൂട്ടാട്ടാ. അപ്പോൾ ഗൈസ് നമ്മളുടെ സൗണ്ട് കുറച്ച് കുറവായിരിക്കും. ബേബി ഗെയിം സൗണ്ട് കൂടുതൽ കൂട്ടിയിട്ടൊക്കെ. എനിക്ക് ഗെയിം സൗണ്ട് കേൾക്കണില്ല. അതിന് എന്താ നമുക്ക് കേൾക്കണമെന്ന് കരുതാം ഗൈസ്. ഓക്കെ, നല്ല ഗെയിം എഫക്റ്റ് ഉണ്ട്. കേട്ടോ എഫ് ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഇതാണ് ചെയ്യേണ്ടത്. അയ്യോ എഫ് മൂവ് വറക്കാണ് ബഗ്ഗാവാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് എഫ് മൂവ് ചെയ്യണില്ല. നമുക്ക് നേരെ ട്രാൻസ്ഫോർമേഷൻ വരെ ഉള്ളത് നേരം ഒന്നും പറയില്ല. M1 അടിത്തരാം ഗൈസ്. ഇതാണ് M1. 3 അടിയാണ് ഗൈസ് M1. ലാസ്റ്റ് ഇങ്ങനെ ഒരു അടി. M1 ട്രാൻസ്ഫോം ആയാൽ മാത്രമേ കിട്ടുമോ വേറെ ആയാലും. കളർ എഫക്റ്റും കിട്ടില്ല, സൗണ്ട് എഫക്റ്റ് എല്ലാം ഉണ്ട്. വേറെ ഡോയും കൊണ്ടൊക്കെ ആൾക്കാർ വന്നതാണ് ഗൈസ്. അടിച്ച് കൊല്ലാണ്. ഇനി നമുക്ക് ഓരോ മൂവ്സായിട്ട് നോക്കാം ഗൈസ്. നല്ല ഡിഫൻസ് ഉണ്ട്. ഓ ഇസഡ് മൂവ് നിങ്ങളുണ്ടായി. ഇതൊക്കെ എക്സ് മൂവ് നോക്കുകയാണെങ്കിൽ എക്സ് മൂവ് അവനോടെ അവനെ കൊന്നു കഴിച്ചു. അവന്മാരെ നമുക്ക് തൽക്കാലം വേറെ വല്ല ബോസ് ഉണ്ടോ? ഉമ്മാർക്കൊക്കെ എന്ത് വയ്യേ. അടുത്ത ദിവസം ജർമ്മയാണ്. പക്ഷേ ഞാൻ ജർമ്മയുടെ തീ പോകണ്ട ഐസ്. ഇതെങ്ങനെ ഇടുമ്പോൾ വേറെ എഫക്റ്റ് ഉണ്ട് കണ്ടൈസ്. ഇതിനൊക്കെ ചാടുമ്പോഴൊക്കെ നല്ല ഡാമേജ് നമുക്ക് കൊള്ളും. 1400 800 അങ്ങനെ എന്തോ അത്രയോ ഡാമേജ്. പക്ഷേ സ്പീഡിൽ പോട്ടെ. അപ്പോൾ ഞാൻ എക്സ് മൂവ് കാട്ടിയില്ല ഗൈസ്. അതിന് മുന്നേ അവനെ കൊന്നു. പിന്നെ എക്സ് മൂവ് കാട്ടി. പക്ഷേ അതിന് മുന്നേ കൊന്നതുകൊണ്ട് ഒന്നും പറയുന്നത് ഞാൻ ബോസിന് മുന്നിൽ തന്നെ ഗൈസ് കാട്ടണം. അതാണ് ഇത്. ഇവിടെ ഉണ്ട് ഗൈസ്. നമുക്ക് നേരെ എക്സ് മൂവ് ഒന്നുകൂടെ ചെയ്യാം ഗൈസ്. ഓക്കെ, എക്സ് മൂവ് നേരെ അവിടെ അപ്പോൾ എയിം ചെയ്ത് വെച്ചിട്ട് എയറിലേക്ക് അടിച്ചൊക്കെ തെറിപ്പിച്ചിട്ട് ഗൈസ് അവൻ സ്വന്തം മുട്ടിയിട്ടാണ് ഗൈസ്. ഒന്നൊക്കെ സീമോ ഓ നല്ല ഡാമേജ് ചെയ്തത്. ഇനി നമുക്ക് എഫ് മൂവ് ഇതാണ് കിട്ടില്ല സാർ. അതൊക്കെ ചുമ്മാ അടി. എഫ് മൂവ് വയ്ക്കണേക്കാളും കിട്ടില്ലാണ്. ഓർബിറ്റടി ഗ്രാവിറ്റി ഫ്രൂട്ടാണ് ഗൈസ് ഇവർ വയ്ക്കണത്. ഇവൻ്റെ പേര് വൺ പീസ് എനിക്കറിയാം. ഫുജിറ്റോറോ അങ്ങനെ എന്താണ് ഗൈസ് എന്തോന്നോ ആഡ്മിനറല്ല വേണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. മിനറലോ മറയിലാണ്.
ഞാൻ നോക്കുകയാണെങ്കിൽ സിമു ഇങ്ങനെ തന്നെയാണ് നോക്കുകയാണെങ്കിൽ നല്ല അടിയടിക്കും. ഇനി എഫ് മൂവ് ഇതടിക്കണം. ഓ അവിടെ ഞാൻ എഫ് മൂവ് ഉപയോഗിക്കാൻ പോയിരുന്നു. അപ്പോൾ ഇതിനവൻ്റെ ഇത് എഫ് മൂവ് നെക്കി പിടിക്കുമ്പോൾ കണ്ട നല്ല ഡാമേജാണ്. CB സ്റ്റണ്ടിങ്ങിന് ഈ സാധനം എഫ് മൂവ് മാത്രം മതി. ടെറർഷാക്കിലോട്ട് കൊടുക്കാം. നല്ല ഡിഫൻസും കൂടി ചെയ്തുകൊണ്ട് സെക്കൻഡ്സിന് ആളെ കൊല്ലാം. കണ്ട എത്ര ഡാമേജ് ആകുന്നുണ്ട. ഓ ആ ഒരു മൂവ് മാത്രം വെച്ചിട്ടാണ് കൊല്ലാം. 1 റേറ്റഡ്. മാമത്തെ ഈ സ്കില്ല് കാരണം മാത്രമാണ് ഈ മാമത്തിനെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടെ. പക്ഷേ M1 സൗണ്ട് എഫക്റ്റ് എല്ലാം കിള്ളാണ്. പക്ഷേ ഇത് അല്ലാണ്ട് ഉപയോഗിക്കുമ്പോൾ ചുമ്മാ ഉപയോഗിക്കുമ്പോഴത്തേക്കട്ടെ ഇങ്ങനെ ചുമ്മാ ഒരു 304 ഡാമേജാണ് സാധനമുള്ളൂ. ഇനി ട്രാൻസ്ഫോം ആയിട്ട് ട്രാൻസ്ഫോം ആകുമ്പോൾ വേണ്ട ചെറിയൊരു ഇതാവും. ട്രാൻസ്ഫോം ആകുമ്പോൾ ചെറിയൊരു റെഡ് കളർ സംഭവം ട്രാൻസ്ഫോം ആവും. ഇവനെന്താ പറ്റിയേ? അയ്യോ അയ്യോ ഡാൻസ് പറ്റി. അയ്യോ അവിടെ കാറ്റ് പറ്റി. അത് നിൽക്കണോടെ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ബഗ്ഗായിട്ടുണ്ടായിരുന്നു. പക്ഷേ അയ്യോ നിൽക്കണോടെ ആണോ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ കിട്ടിലോസ്കി പറയാണ് കൊണ്ടാണ് വലിയ കൊമ്പുകളൊക്കെ ഉണ്ട്. മാമത്തിനെ പോലെ കണ്ണ് ബ്ലിങ്ക് ആവും. അത് തുറന്നാണ് കഴിക്കണേ. നൈസ് കൊമ്പുകളൊക്കെ കിട്ടില്ലതാണിത്. അപ്പം ഇപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. എൻ്റെ കയ്യിൽ ഉള്ള സോഡുകളാണ് കാണാൻ കുറേ ശാശൂഷി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയുണ്ട് ഇപ്പോൾ സോഡുകൾ. ഫ്രൂട്ടായിട്ട് എനിക്കൊരാൾ തെളിച്ച് നിൽക്കുമ്പോഴേ ചുമ്മാ ഇല്ലേ ഒരാളുടെ നിങ്ങൾ ചുമ്മാ ഒന്ന് പറ്റിക്കാൻ നിന്നില്ലേ. ഞാൻ ചുമ്മാ ചോദിച്ചൊരാൾ ഞാൻ ഈ മാമത്ത് മെറ്റിക്ക് ഫ്രൂട്ട് തല്ലെന്ന് പറയുന്നേ. അവൻ എനിക്ക് തരുന്ന പോലെ കാട്ടിയിട്ട് അവനെ പറ്റിക്കുമ്പോൾ എൻ്റെ എല്ലാം ഇപ്പോൾ ഡോ ഉണ്ടല്ലോ അത് കണ്ടിട്ട് അവനൊന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്ക് ഡോ ഫ്രീ ആയിട്ട് വന്നു ഗൈസ്. ശരിക്കിനൊക്കെ ഞെട്ടി. പിന്നെ ഇതൊരു മാമത്തെ ഫ്രൂട്ടാണ്. ഈ മാമത്തെ ഫ്രൂട്ടാണ് പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്. ഈ ഫ്രൂട്ടല്ല ഇതൊരു മാമത്തെ ഫ്രൂട്ടാണ്. ഇത് സ്റ്റോക്ക് ചെയ്തപ്പോൾ ഞാൻ എടുത്തു. ഞാൻ എന്തായാലും സ്റ്റോക്ക് ചെയ്ത് തന്നെ ഫ്രൂട്ട്സ് എടുക്കുള്ളൂ ഗൈസ്. ഡോ തിന്നണമെന്ന് ചെയ്തിരിക്കുന്നു പക്ഷേ തിന്നില്ല. ഡോ റൈഡൊക്കെ ചെയ്ത ഡോ സെറ്റാണ്. PvPക്ക് സീനാണ്. ഇതും PvPക്ക് സീൻ സാധനമാണ് ഗൈസ്. കിട്ടിയത് ലുക്കാണ്. പിന്നെ ചിലവരോട് ചോദിക്കുക ഞാൻ ബ്ലോക്ക് ഫ്രൂട്ട് നിർത്തിയോന്ന് കുറേ ഇടം ചോദിക്കുന്നുണ്ട്. കുറേ പേര് അവരോടാണ് ഞാൻ ബ്ലോക്ക് ഫ്രൂട്ട് നിർത്തിയിട്ടില്ല. ചെറിയ ബ്രേക്ക് എടുത്തായിരുന്നു. ഇത് ഫ്രീ ഫയറിൽ പിന്നെ ഗിൽഡൊക്കെ തുടങ്ങിയിട്ട് ഗിൽഡ് ലെവൽ 6 അടിപ്പിക്കണമെന്നുണ്ട്. അതായത് ഇപ്പോൾ ലെവൽ 5 ആണ്. നെക്സ്റ്റ് വീക്കിനുള്ളിൽ ലെവൽ 6 അടിക്കണം. അതിൽ കുറേ ഗ്ലോറി ഒക്കെ എടുക്കണം. കുറച്ചധികം പാടാണ് ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറച്ച് ഹാർഡായതുകൊണ്ട് അത് ചെയ്ത് കൊടുക്കണം ഗൈസ്. അതുകൊണ്ടാണ്. പിന്നെ ഗിൽഡ് വാറിൽ കളിക്കേണ്ടത് ഇടുക്കിയിൽ നോക്കട്ടെ. ഗിൽഡ് വാറിൽ ഇടിക്കേണ്ട ഗൈസ് ഏറ്റവും എളുപ്പം കയറാൻ പറയാൻ. പിന്നെ നെക്സ്റ്റ് സീസൺ വരാൻ പോണ CS അതിൽ നല്ലൊരു കണ്ടും ഇന്ത്യയിൽ കണ്ടുന്നുണ്ട്. നല്ല വെപ്പൺ ഗ്ലോറിയിൽ പറ്റുകയാണെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ പറ്റുകയാണെങ്കിൽ അടിക്കണം. പക്ഷെ അതൊന്നും അടിക്കാൻ പറ്റില്ല ഗൈസ്. പക്ഷെ നോക്കാം. വലിയ വിശ്വാസത്തോടെ ചെയ്യണം ഗൈസ്. എഫക്ട്സ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ചാട്ടത്തിന് നല്ലതാണ്. സ്പോൺ ഉണ്ടെങ്കിൽ സൗണ്ട് കേട്ട് പോയി കൊല്ലാം. മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്കൊരാളെ കൊല്ലാം ഗൈസ്. PvP ചെയ്യാം. ഡോ യൂസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ അടക്കാം. ഇത്രയും പേര് ഒന്ന് ഒന്നിച്ചത് നമ്മളെന്തായാലും തീർക്കും. ഒരുത്തരായിട്ട് എല്ലാം കിട്ടിയ പോലെ എടുത്ത് കൊടുക്കായിരുന്നു. അയ്യോ കിടിച്ചൂടെ യൂസറാണ് ഗൈസ്. ഞാൻ PvPക്ക് തീരെ കിടിലല്ല. അപ്പം മുട്ടാണ് ഗൈസ് ഞാൻ PvPക്ക്. അവനെ മരത്തെ കാണാൻ അടിക്കുന്നു. പക്ഷേ നല്ല ഇത് കൊടുക്കുന്നുണ്ട് ഡാമേജ്. അയ്യോ ഞാൻ പറഞ്ഞു ഗൈസ് PvPക്ക് സോ ബാഡാണ്. അതുകൊണ്ട് ഗ്യാസ് യൂസേഴ്സൊക്കെ അവിടെ നമ്മളെ PvPക്ക് സീന കോമ്പൊക്കെ അടിക്കും ഗൈസ്. ഇങ്ങനെ നോക്കാൻ തീർക്കാം. പിന്നെ ഒരു തവണ ഗ്യാസ് വെച്ചുകൊണ്ടിരുന്ന് വന്നിട്ട് ടിക്കിയിൽ ഞാൻ ഏക്ക് ബുദ്ധ ഞാൻ മാമത്ത് 2 ആളും കൂടി ചേർന്നിട്ടാണ് തീർക്കാൻ പറ്റുക ഗൈസ്. ഒരുത്തിനെ ഇങ്ങനെ കൊല്ലാൻ പറ്റുന്ന നോക്കാം. ഡോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അയ്യോ ഞാൻ ഈ സാധനം ഇടുക. ചിന്ന മിന്നാടി അയ്യോ അയ്യോ നോടി ഗൈസ് പേടിച്ചോണ്ട്. ഈ ഡോയും പിന്നെ കിടിച്ചോണ്ട് ഫ്രണ്ട്സാന്ന് തോന്നുന്നു ഗൈസ്. 2 ആളും ഒന്നിച്ച് നിന്നിട്ട് ഗ്യാസിനടിക്കണേ. അയ്യോ
ഞാൻ മറേനായിട്ടോ ചൂസ് ചെയ്തേക്കണം എന്നെനിക്ക് തോന്നണു. ഇമാര് ബൗണ്ടി ഹണ്ടേഴ്സ് ആയിരിക്കും ഗൈസ്. ഞാൻ ചുമ്മാ ചന്ദമിൻ്റെ അടിക്കുന്നുണ്ട്. ഇപ്പം ചാങ്ങ നമ്മൾ ഇവിടെ നമുക്ക് ബാക്ക് ചെറുതായിട്ടങ്ങ് വലിയാം. ഗ്യാസ് നമ്മൾ പിന്നാലെ ഉണ്ട്. എന്ത് സ്പീഡാണ് അതിന്. അയ്യോ വാള് എന്നാണോ ബാക്കിൽ വാള് കൊടുന്ന് വെച്ചാൽ. അയ്യോ ഓക്കെ പറ്റില്ല എന്തോ. അയ്യോ അയ്യോ പറിക്കും ചിലപ്പോൾ പറിക്കുന്നു. നമ്മൾ ബുദ്ധിമാൻ തന്നെ പിന്നാലെ ഉണ്ട് ഗൈസ് അവൻ. അതാരാ ഇതേതാ ഫ്രൂട്ട്? ഷാഡോ. പെട്ടെന്ന് മറ്റേ വൺ പീസ് ഗൈസ് അവൻ്റെ പേരെന്തായിരുന്നു? ഡ്രാഗൻ ഇല്ലേ ലൂഫിയുടെ അച്ഛൻ. അവൻ്റെ എന്തോ ടീമില്ലേ ആ ടീമിൽ ഒരാൾക്ക് കാക്ക ഫ്രൂട്ടാണ് കഴിച്ചത്. അതാണ് കരുതി. ആളുടെ പേര് കാക്കയിലൊക്കെ വെച്ചിട്ടാണ് കഴിച്ചിട്ടേക്ക് ക്രബിലൊക്കെ വെച്ചിട്ട്. V4 ഇത് ഞാനും കരുതി. പിന്നെ V4 ആണ് ഷാഡോ ഫ്രൂട്ട്. അത് എഴുതിപ്പോയി ഒരു സെക്കൻഡ് കൊല്ലട്ടെ. V4 തോന്നുന്നു ഗൈസ്. ഡോ യൂസറാണ് അടിക്കണേ. അയ്യോ നമ്മളാകും കൊല്ലാണെങ്കിൽ പക്ഷേ ഞാൻ വീഡിയോ ഇവിടെ വെച്ചുണ്ടാക്കും. ഇപ്പോൾ കൊല്ലും നമ്മളെ. സ്പിൻ ചെയ്യാൻ പറ്റുമോ ഗൈസ്? എന്തായാലും PvP ഞാൻ കുറച്ച് ഇത് ചെയ്യണം. ആൾക്കാർക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ. ലൈനിങ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് 2 ഷോട്ടിൽ നിർക്കാം. കണ്ട ഗൈസ് എഗ്ഗ് ഇങ്ങനെ കാണും സ്ഥലങ്ങളിൽ. ഈ എഗ്സ് ഇങ്ങനെ എടുക്കണം. സിമ്പിളാണ് എടുക്കാം. എന്താ കണ്ട ട്രഷർ എഗ്ഗ്. ഇത് ഇവിടേക്ക് ഇങ്ങനെ പോയിട്ട് നമുക്ക് അങ്ങനെ 5 എണ്ണം കളിക്കണം. ഒരെണ്ണത്തിന് 5 3 എണ്ണം. ഓക്കെ കാശ് കിട്ടി. 500 ഫ്രാഗ്മെൻസ് ഒക്കെ വീതം കിട്ടും ഗൈസ്. അങ്ങനെ എഗ്ഗ് ഇത് വെച്ചിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ നല്ലതൊന്നും ഇല്ല ഇതിൽ. ഇതൊക്കെ കേട്ടോ ഇതേ ഗൈസ്. $1800. ഞാൻ പെട്ടെന്ന് റോക്കറ്റിൻ്റെ സാധനം കൂടുതലും ഈഗിളിൻ്റെയൊക്കെ പ്രൈസ് കുറച്ചാണ് വെച്ചേക്കണേ. ഒരു സെക്കൻഡ് കരുതി പ്രൈസ്. നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. സ്പിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫുള്ള് മൂഞ്ചര. ഓക്കെ ഗൈസ് സ്പിൻ ചെയ്തു. കുറച്ചേരം പോയി അതുകൊണ്ട് സ്പിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നേരെ മാനേജറിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചോ ഗൈസ്. വാട്സപ്പ് ഭാര്യ ഗൈസ് അവൻ എവിടേക്ക് അടുത്ത് മേലൊന്നും അവിടെ മൂഞ്ചി ഗൈസ്. ക്രിംസൺ കിഡ്സ് ഗൈസ്. ഇതാണ് ഗൈസ് ഡോ യൂസർ. ഇവരാ തോന്നുന്നു. നമുക്ക് വെയിറ്റ് ആക്കാം ഗൈസ്. ആരെങ്കിലും ട്രേഡ് ആക്കാൻ വല്ലതും ഉണ്ടോ നോക്കാം. ട്രേഡിങ് വളർത്തുന്നിടാന്ന് ചെയ്ത്. എന്തായാലും അവൻ ട്രേഡ് ആക്കാൻ പോണില്ല. ചുമ്മാ എനിക്കവനെ കാശിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റില്ല. പക്ഷേ ചിലവന്മാരേക്ക് തന്നേണ്ട് ഫ്രൂട്ട്സ് ചുമ്മാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ട്രേഡ് നടന്നില്ല, ഒന്നും നടന്നില്ല. പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ മാപത്ത് എൻ്റെ ഫുള്ള് ഞാൻ മാസ്റ്റർ 300 മാസ്റ്റർ ആയിട്ടുള്ള എല്ലാം കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചധികം ലോങ്ങാണ്. ആദ്യം ഷോർട്ട് എന്നാണ് പറഞ്ഞത്, പക്ഷേ ലോങ്ങാണ് ഗൈസ്. ഓക്കെ ലോങ് വീഡിയോ ആണ്, ഭയങ്കര ലോങ്ങാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ബൈ ബൈ ഗൈസ്.